മോനെ ഒരു 50 ഉറുപ്പ്യ നോട്ടെ, ഒരു 25 ഉറുപ്പ്യ നോട്ടെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരണകാലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമസ്കാരം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ? അപ്പോ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു മൂന്നാം ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ നോക്കിയിട്ട് പാച്ചപ്പുഴട്ടാണ്. അങ്ങനെ ഇങ്ങത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. പാച്ചപ്പുഴ ടൗണിലെ സൗന്ദര്യവൽക്കരണം ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ്. അതുമാത്രമല്ല, പിണറായി സർക്കാരിന്റെ കാലത്തുള്ള നമ്മളെ മമ്പറം പാലം 10 വർഷം ഇപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ 10 വർഷം ഇങ്ങോട്ടുള്ള ആ മമ്പറം പാലം, മമ്പറം ബോട്ട് ജെട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് പിണറായി മൂന്നാമതും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ, ഒരു കോവിഡ് കാലം നമുക്ക് ഉണ്ടായിരുന്നു. ആ കോവിഡ് കാലത്ത് നമ്മൾ ജനങ്ങളോട് സർക്കാർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഭയപ്പെടണ്ട, ഒപ്പം സർക്കാരുണ്ട്. ആ വാക്ക് പിണറായി പാലിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഭയന്ന് നടന്ന് പിന്നെ വീടുകളിൽ അടച്ചിരിക്കുന്ന സമയത്തും സർക്കാർ നമ്മളോട് പറഞ്ഞ ഒറ്റൊരു വാചകേ ഉള്ളൂ, ഭയപ്പെടണ്ട, സർക്കാരുണ്ട് ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തി ആ കോവിഡ് കാലത്തെല്ലാം എല്ലാ വീടുകളിലും ഭക്ഷണം എത്തിച്ചുകൊണ്ട് ഒരാൾ പോലും വിശന്നിരുന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സർക്കാർ, നമ്മളെ സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ സർക്കാർ. അപ്പൊ നമുക്ക് ഈ സർക്കാരിനെ തന്നെ നമുക്ക് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്കുള്ള 1000 രൂപ പെൻഷൻ, ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ട്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പറയാൻ പറഞ്ഞാൽ, ക്ഷേമ പെൻഷൻ എന്നൊക്കെ പണ്ട് പറഞ്ഞാല് അമ്മമാരും മക്കളെ ആശ്രയിക്കണം ഒരു 10 വർഷത്തിനപ്പുറം. കാരണം ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ മക്കളെ ആശ്രയിച്ച് മോനെ ഒരു 50 ഉറുപ്പ്യ നോട്ടെ, ഒരു 25 ഉറുപ്പ്യ നോട്ടെ, അല്ലെങ്കിൽ അതൊന്നും ഇന്ന് ചോദിക്കണ്ട. കാരണം സർക്കാർ അതാത് സമയങ്ങളിൽ ഈ ക്ഷേമ പെൻഷൻ കൈകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഒരു ശമ്പളമായിട്ടാണ് സാധാരണ ജനങ്ങള് ഈ ക്ഷേമ പെൻഷനെ കണക്കാക്കുക. അതുപോലെ തന്നെ UDF ഉണ്ട് 3000 രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കൊടുക്കൂല, ഒരിക്കലും കൊടുക്കൂല. കാരണം നമ്മളെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സമയത്ത് 18 മാസം നമുക്ക് കുടിശ്ശികയാണ് ആക്കി തന്നിന്. കാരണം എന്നെപ്പോലത്തെ ആളുകൾ പോകുമ്പോ 10 വർഷത്തിന് മുമ്പേ പോകുമ്പോ വയസ്സായ അമ്മമാർ ചോദിച്ചിട്ടുണ്ട്, പെൻഷന് പിന്നെ ആളുകളെ കാത്തു നിൽക്കും, മോളെ ഇന്ന് വരുവാ നാളെ വരുവാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇരുണ്ട ഭൂതകാലം നമുക്ക് സ്വപ്നം കാണാൻ പോലും ഇതാകുന്നില്ല. കാരണം അത്രക്കും ഇരുണ്ട ഭൂതകാലത്തിലാണ് നമ്മൾ. ഉമ്മൻചാണ്ടി ഭരണകാലം തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ടുവരല്ലേ, നമുക്കത് തിരിച്ചു വരണ്ട. കാരണം എന്താ, ആ ഇരുണ്ട കാലത്ത് നമുക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം പവർ കട്ട് ഇല്ലാതെ 10 വർഷമാണ്. 10 വയസ്സുള്ള കുട്ടിയോട് പവർ കട്ട് എന്നാ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവര് നമ്മളെ നോക്കി പരിഹസിക്കും. പവർ കട്ടോ അതെന്താണെന്നാ ചോദിക്കുന്നത്. അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിണറായി തിരിച്ചു വരും. വൻ ഭൂരിപക്ഷത്തില് പിണറായി ഒരു 60,000 വോട്ടിലും ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു. കഴിഞ്ഞ 50,000 വോട്ടിലാണ് വിജയിച്ചെങ്കിൽ പിണറായി 60,000 70,000 വോട്ടിന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഈ ധർമ്മടം മണ്ഡലത്തിൽ. മാവേലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാങ്കല്പികമാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ല. മാവേലിയിലെ ഭരണം നമുക്കൊരു സാങ്കല്പികമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു മാവേലിന്റെ ഭരണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാത്ത കേരളം, എല്ലാ പാവപ്പെട്ടവർക്ക് വീട്. നമുക്ക് ചാലൊക്കെ അങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാല് നമുക്ക് ലൈഫ് മിഷന്റെ ഭവന സമുച്ചയ കാണാനുള്ളത്. പിന്നെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് നിർത്തിയ സർക്കാർ, കൈത്തറി, ഖാദി, ഇങ്ങനെ ഒരുപാട്. പിണറായി വരണ്ടെന്നുണ്ടോ ചോദിക്കുമ്പോ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയുന്നത് നമ്മളെ സർക്കാർ